വർഷം അവസാനം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും അതിനു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ സംസ്ഥാനത്ത് മന്ത്രിസഭാ പുനഃസംഘടന അഥവാ ക്യാബിനറ്റ് റീഷഫിൾ ഉണ്ടാകും എന്ന സൂചനയാണ് എത്തുന്നത്. ഏതാനും നാളുകളായി ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിലും പ്രദീപ് കുമാർ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിക്കപ്പെട്ടതോടുകൂടി പുനഃസംഘടനാ ചർച്ച ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. LDFന് തുടർച്ചയായ മൂന്നാം ടേം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് കടക്കും എന്നാണ് ഇടതു രാഷ്ട്രീയ നിരീക്ഷകരൊക്കെയും കരുതുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ പുനഃസംഘടന അതിലൊന്നായിരിക്കാം എന്നും അവർ കരുതുന്നു. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിന് പിന്നാലെയായി എത്തുന്നുണ്ട്. അതിൽ 2 മന്ത്രിമാരെ മാറ്റുന്നു എന്ന വിലയിരുത്തലുകളാണുള്ളത്. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള വി ശിവൻകുട്ടിയാണ് എന്നും വിലയിരുത്തലുകൾ ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാണ് ശിവൻകുട്ടിയുടെ മാറ്റത്തിന് പരിഗണിക്കുന്ന കാരണം എന്നും അതിനൊപ്പം വനം വകുപ്പിൽ നിന്നും AK ശശീന്ദ്രനെ നീക്കും എന്ന സൂചനകളും എത്തുന്നുണ്ട്. മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിലെ കേക്ക് മുറിക്കലിൽ നിന്നും പിണറായി ഒഴിവാക്കിയ ഏക ഘടകകക്ഷി മന്ത്രി ശശീന്ദ്രനാണ്. സ്വതന്ത്ര MLA എന്ന നിലയിൽ മന്ത്രിയായ വി അബ്ദുറഹ്മാനെയും വിളിച്ചില്ല. ഇത് വലിയ തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. അതിനിടെ തന്നെ CPM മാറുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പാർട്ടി MLAക്കാകും സാധ്യത എന്നും പറയുന്നുണ്ട്. അരുവിക്കര MLA ആയ G സ്റ്റീഫന് മന്ത്രിയായി നറുക്കു വീണേക്കും എന്ന സൂചനകളുണ്ട്. സാമുദായിക പരിഗണനകളും അടുത്ത ടൈമിൽ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവും എന്ന പരിഗണന സ്റ്റീഫനെ തുണയ്ക്കുന്നുണ്ട്. CSI സഭയുടെ ഉറച്ച പിന്തുണ അരുവിക്കര MLAക്ക് എന്നാൽ ഉണ്ട്. ശശീന്ദ്രനിൽ നിന്നും വനം വകുപ്പ് ഏറ്റെടുത്താൽ പകരം ആരെത്തും എന്നതും നിർണായകമാണ്. ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ പരസ്യ പ്രതികരണങ്ങൾ ഒന്നും തന്നെ എന്നാൽ നടത്തിയിട്ടില്ല. ശശീന്ദ്രന് പകരം മലബാറിൽ നിന്നൊരു നേതാവാകും മന്ത്രിയായേക്കും എന്ന അഭ്യൂഹങ്ങളും എത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രദീപ് കുമാറിനെ നിശ്ചയിച്ചിരുന്നു. സൗമ്യ സ്വഭാവക്കാരനായ പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രി തന്നെയാണ് തീരുമാനിച്ചത്. മാറ്റങ്ങളുടെ തുടക്കമായി ഇതിനെ CPM കേന്ദ്രങ്ങൾ ഒട്ടാകെ കാണുന്നു എന്ന സൂചനകളാണ് എത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടായിരുന്നാൽ തന്നെയും സീനിയോറിറ്റി അടക്കം പാലിക്കും എന്നാണ് വിലയിരുത്തലുകൾ. സംസ്ഥാന സമിതി അംഗം എന്ന നിലയിലാണ് വി ശിവൻകുട്ടി മന്ത്രിയായത്. ശിവൻകുട്ടിയെ മാറ്റുമ്പോൾ പകരക്കാരനായി എത്താനുള്ള ചരടുവലികൾ പലരും ഇപ്പോൾ ഇവിടെ നടത്തുന്നുമുണ്ട്. ബാലരാമപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ബിസിനസ് മാഫിയയും ചില നീക്കങ്ങളിൽ സജീവമാണ് എന്ന കേട്ടുകേൾവിയുണ്ട്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തുമോ എന്നതും വളരെ നിർണായകം തന്നെയാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്താകും മന്ത്രിസഭാ പുനഃസംഘടനയിൽ അടക്കം എന്തായാലും തീരുമാനങ്ങളിലേക്ക് മുഖ്യമന്ത്രി എത്തുക എന്നതിൽ തർക്കം ഒന്നും തന്നെയില്ല. വനം വകുപ്പ് NCPയിൽ നിന്നും ഏറ്റെടുത്താൽ അത് ഇടതുമുന്നണിയിൽ പൊട്ടിത്തെറിയാകില്ലെന്നും CPM വിലയിരുത്തുന്നുണ്ട്. NCPയുടെ എതിർപ്പ് അതിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. പക്ഷേ അത് കാര്യമാക്കില്ല എന്നാണ് സൂചനകൾ മനസ്സിലാക്കുന്നത്. ഇനി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വനം വകുപ്പിനെ നിരന്തരം വിമർശിക്കുന്നുണ്ട്. വേടൻ വിഷയം കൈകാര്യം ചെയ്തതിലെ വീഴ്ചയാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതും വകുപ്പ് ഏറ്റെടുക്കാനുള്ള CPM തീരുമാനമായി വിലയിരുത്തലുകൾ എത്തുന്നുണ്ട്. വലിയ അഴിച്ചുപണി വേണം എന്ന് ആഗ്രഹിക്കുന്നവരും CPMലുണ്ട് താനും. ഹാട്രിക് ഭരണം ഉറപ്പാക്കാൻ പ്രതിച്ഛായ കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടേണ്ടത് എന്നാണ് അവരുടെ വാദം. ഇതിലെല്ലാം അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത് തന്നെയാകും. പിണറായി മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശം CPM സെക്രട്ടേറിയറ്റ് അംഗീകരിക്കും. അതിൽ തർക്കങ്ങൾ ഒന്നും തന്നെയില്ല.